നമസ്കാരം. ഞാൻ ആറ്റൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിക്ക് സ്വാഗതം. ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയം പുതുവർഷ ഫലമാണ്. ഇതാ വീണ്ടും ആഗമനമായി 1202 വർഷം. ഈ വരുന്ന ഓഗസ്റ്റ് 17 രാവിലെ, തിങ്കളാഴ്ച രാവിലെ 7:33 ചിങ്ങരവി സംക്രമം. അപ്പോൾ നമുക്ക് 2027 ഓഗസ്റ്റ് 17 വരെയാണ് ഒരു വർഷ ഫലമാണ് പറയുന്നത്. ഏതെല്ലാം രാശിക്കാർക്കാണ് ഗുണഫലം? ഇപ്പം മേടത്തിൻ്റെ രാശി പറഞ്ഞായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത് പറയാൻ പോകുന്നത് ഇടവക്കൂറുകാർക്ക് എങ്ങനെ? ഇടവരാശി, കാർത്തിക മുക്കാല്, രോഹിണി, മകയിരാര ഇവർക്ക് നിലവിൽ മീനത്തിൽ ശനിയുടെ സ്ഥിതി വളരെ ഹെൽപ്പാണ്. 10 രാഹുവിൻ്റെ സ്ഥിതി, അത് നമുക്ക് ഗുണഫലമാണ്. കുംഭരാഹു വളരെ പ്രത്യേകതയാണ്. വ്യാഴം 3-ലാണ് സഞ്ചാരം. അപ്പോൾ 3-ൽ സഞ്ചാരം എന്ന് പറഞ്ഞാൽ ചിലർ പറയും 3-ൽ വ്യാഴം സഞ്ചരിച്ചാൽ മുറവിളി കൂട്ടും. ഇത് അർത്ഥം മനസ്സിലാക്കാതെയാണ് അതിൻ്റെ വ്യാകരണമൊക്കെ വേറെ രീതിയിലാണ് പറയുന്നത്. മുറവിളി എന്ന് ഉദ്ദേശിക്കുന്നത് ചെവിക്ക് പ്രശ്നം വരും. അത് മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ചെവി സംബന്ധമായിട്ടുള്ള പ്രശ്നം വരാനുള്ള സാധ്യത. മുറവിളി എന്ന് ഉദ്ദേശിക്കുന്നത് മുറവിളി, ചെവിക്ക് പ്രശ്നം വരാം. നമ്മൾ ജാതകത്തിൽ തന്നെ ഒരു ഗ്രഹനില പരിശോധിക്കുമ്പോൾ 3-ാം ഭാവം വലത്തെ ചെവിയും ഇടത്തെ ചെവി 11-ാം ഭാവമാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഓരോ ഭാവത്തിനും കുറേ കാര്യങ്ങളായി നമുക്ക് ചിന്തിക്കാൻ പറ്റും. 11-ാം ഭാവം ലാഭം പറയണം, ഇടത്തെ ചെവി പറയണം, ഫ്രണ്ട്സിനെ പറയണം. 2 ഗ്രഹ സമൂഹമായ പുനർവിവാഹം, അതായത് ഒരു വിവാഹം കഴിച്ചിട്ട് വീണ്ടും ഒരു വിവാഹം കഴിക്കാനുള്ള യോഗം പറയണം. ഇങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഒരു ഗ്രഹനില പരിശോധിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു ഗ്രഹനില നോക്കുകയാണെങ്കിൽ 1-2 മണിക്കൂർ കൊണ്ടൊന്നും നോക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഗോചാര ഫലം. അപ്പോൾ നമുക്കിപ്പം ഇടവക്കൂറുകാർക്ക് കാർത്തിക മുക്കാല്, രോഹിണി, മകയിരാര ഇവർക്ക് 3-ലാണ് വേണ്ട സഞ്ചാരം. അപ്പം ഈ വരുന്ന ഒക്ടോബർ 24 മുതൽ 2027 ജാനുവരി 31 വരെ അതിസാര ഗുരു സംഭവിക്കുകയാണ്. അത് അതിസാര ഗുരു എന്ന് ഉദ്ദേശിക്കുന്നത് ചിങ്ങത്തിലോട്ട് സഞ്ചരിക്കുകയാണ് ഗുരു. അപ്പോൾ 3-ന്റെ ആ ഒരു കടുപ്പം മാറും. 3 മറവ് സ്ഥാനമാണ്. മുറവിളി കൂട്ടെന്ന് പറഞ്ഞ പോലെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഇപ്പം അനുഭവിക്കാനുള്ള അവസരമാണ് കാണുന്നത്. അതൊക്കെ മാറിക്കിട്ടും. വിവാഹാദി കാര്യങ്ങളിലും തടസ്സമാണ് കാണുന്നത്. അപ്പം നമുക്ക് ഈ കാലയളവിൽ വിവാഹാദി കാര്യങ്ങളിൽ തടസ്സം മാറുകയാണ്. പിന്നെ വേറൊരു പ്രത്യേകത പറയാം, കുജഗുരു സംഗമം. അപ്പോൾ ഗുരു ഒരു വർഷത്തിലൊരിക്കലാണ് ഒരു രാശി സഞ്ചരിക്കുന്നത്. അതിപ്പോൾ ഉച്ചഭാവത്തിലാണ്. കുജൻ 45-44 ദിവസം, ചില സമയങ്ങളിലൊക്കെ 48 ദിവസം വരെ ഒരു രാശിയിൽ സഞ്ചരിക്കും. സെപ്റ്റംബർ 18 മുതൽ 2026 സെപ്റ്റംബർ 18 മുതൽ 2027 ജൂലൈ 4 വരെ കുജന്റെ സഞ്ചാരം 2 രാശി മാറി മാറിയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഗുരുവിൻ്റെ കൂടെയാണ് സഞ്ചാരം. അപ്പോൾ ഗുരു ഉച്ചഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ കുജൻ ആ രാശിയിൽ നീചനാകുകയാണ്. അപ്പോൾ നീചനാകുമ്പോൾ എന്ത് സംഭവിക്കും? നീചഭംഗ രാജയോഗം. അപ്പോൾ ഈ രാശിയിൽ ഉള്ളവർക്ക് ഏതെങ്കിലും വഴക്ക് സംബന്ധമായിട്ടുള്ള വ്യവഹാരങ്ങൾ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. അത് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യമാവാം, വേറെ ഏതെങ്കിലും നമുക്ക് ഇൻഷൂർ പോലെ എന്തെങ്കിലും കിട്ടാനുള്ള അതിൻ്റെ ഒരു തടസ്സം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അത് വ്യവഹാരങ്ങളിൽ വിജയം, അതാണ് ഉദ്ദേശം. ചിലർക്ക് ഭൂമി വിറ്റുപോകാതെ കിടക്കും കുറെ കാലമായിട്ട്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്നുള്ള, അതായത് മോഹ വില കൊടുത്ത് വാങ്ങിക്കാനുള്ള ഒരു യോഗം. ഇപ്പോൾ ചിലർ ഹൈവേക്കൊക്കെ സ്ഥലം എടുക്കുമ്പോൾ പ്രതീക്ഷിക്കാതെ വരെ വസ്തുവിലോട്ട് ഹൈവേ വരും. 500-നും 1000-നും സെന്റിന് പോകുന്ന വസ്തു പെട്ടെന്ന് അതിൻ്റെ വില മാറും. ചിലപ്പോൾ 10,000 രൂപയ്ക്ക് സെന്റിന് വില അവിടെ പോകുന്നത് ഒരു ഹൈവേയുടെ ഒരു പ്രോജക്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് വരികയാണെങ്കിൽ വസ്തുവിന് വില മാറുകയാണ്. അപ്പോൾ പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടം. പിന്നെ ഓഹരി കിട്ടുക, കേസിൽപ്പെട്ട വസ്തുവിന് തീർപ്പായി ഓഹരി വരികയോ ആ തീർപ്പായി ആ വസ്തു നമ്മളെ കൈ കിട്ടാനുള്ള യോഗം. പഠന വിഷയത്തിലാണെങ്കിലും മെഡിക്കൽ പഠനം ചെയ്യുന്നവർക്ക് ഈ കാലയളവിൽ ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും. ബിസിനസ് മേഖലയിലാണെങ്കിലും ഇപ്പം നമുക്ക് നോക്കാം, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർ, അഗ്നി കൊണ്ട് തൊഴിൽ, അപ്പോൾ റെസ്റ്റോറൻറ്റ് പറയാം, മറ്റുള്ള വർക്ക്ഷോപ്പ് മേഖല, റെയിൽവേയിലൊക്കെ പോയി ജോലി കിട്ടാനുള്ള സാധ്യത പഠിച്ചിരിക്കുന്ന കുട്ടികൾക്ക്. അപ്പോൾ എന്തുകൊണ്ടും ഈ കാലയളവ് വളരെ നല്ലതാണ്. ഒരു വർഷ ഫലം നമുക്ക് വളരെ ഗുണമാണ് ചെയ്യുന്നത്, ദോഷമല്ല.
അപ്പം ഇതിപ്പോൾ എല്ലാ രാശിക്കാർക്കും ഇതേ പറയാം. എന്തെന്ന് വെച്ചാൽ ഗുരുകുജ സംഗമം 10 മാസം സംഭവിക്കുകയാണ് 2 രാശിയിലായിട്ട്. അത് വളരെ പ്രത്യേകതയാണ്. ഇതൊക്കെ അപൂർവമായിട്ട് സഞ്ചരിക്കുന്ന ഒരു സംഭവമാണ്. അതിപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ അറിവുള്ള ജ്യോതിഷ അറിവുള്ളവരാണെങ്കിൽ നിങ്ങൾ പഞ്ചാംഗം എടുത്ത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഈ വരുന്ന സെപ്റ്റംബർ 18 മുതൽ 2026, 2027 ജൂലൈ 4 വരെ. അപ്പോൾ നമുക്ക് എങ്ങനെ കണക്ക് കൂട്ടാം? ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 10 മാസ കാലയളവാണ് ഗുരുകുജ സംഗമം. വളരെ പ്രത്യേകതയാണ്. പിന്നെ ഇപ്പോൾ നമുക്കൊരു രാജ്യത്തിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ഇനി സമാധാനം ഉണ്ടാവാനുള്ള ഒരു യുദ്ധഭീതിയൊക്കെ മാറാനുള്ള, ഗുരുവിൻ്റെ കൂടെ കുജൻ ചേർന്ന് കഴിഞ്ഞാൽ യുദ്ധഭീതി മാറും, ഒരു അയവുണ്ടാവും. എന്നാൽ ഓപ്പോസിറ്റ് സംഭവിച്ചത് നേരത്തെ ശനി കുജ സംഗമം, യുദ്ധഭീതി, യുദ്ധം കൊണ്ട് പിരിമുറുക്കം, പ്രശ്നങ്ങൾ, അതെല്ലാം മാറിക്കിട്ടുകയാണ്. 10 മാസം കൊണ്ട് പലതും സംഭവിക്കാം. അതായത് ഒരു ഭരണമാറ്റം സംഭവിക്കാം, ദുരിതങ്ങൾ മാറിക്കിട്ടും ജനങ്ങൾക്ക്, ഫുഡിൻ്റെ വില കുറയാനുള്ള അവസരം, മറ്റുള്ള അതായത് നമുക്ക് വില വരെ പട്ടിയെന്നൊക്കെ പറയുന്നില്ല, ഇതിൻ്റെ വില കുറയാനുള്ള, ഗോൾഡ് വില കുറയാനുള്ള അവസരം കാണുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ എന്തുകൊണ്ടും ഈ രാശിക്കാർക്ക് വളരെ ഗുണഫലമാണ് കാണുന്നത്, മോശവശമല്ല. ശുഭവസ്തു.